ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ ഈ വീഡിയോയിൽ നമുക്ക് ഈസി ആയിട്ടുള്ള കുറച്ച് ക്രിസ്മസ് ക്രാഫ്റ്റ് നോക്കി നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ക്വയർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ രണ്ടും ക്രോസ് ആയിട്ട് മടക്കി കൊടുക്കുക, പേപ്പർ ഡയഗണലി. പിന്നെ അതിൻ്റെ നടുഭാഗത്തിൽ കൂടെ രണ്ട് സൈഡും മടക്കി കൊടുക്കുക. അങ്ങനെ നമുക്ക് എല്ലാ സൈഡും മടക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്ട്രക്ചർ കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊരു ഡയമണ്ട് ഷേപ്പിലാക്കി എടുക്കണം. അതിന് ശേഷം അതിൻ്റെ ഓരോ സൈഡ്സ്, ഓരോ കോർണേഴ്സായിട്ട് ഇങ്ങനെ എടുത്തിട്ട് എല്ലാം ഓരോ ട്രയാങ്കിൾ ഷേപ്പിൽ ബെൻഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ക്രിസ്മസ് ട്രീ ആണ്. അങ്ങനെ എല്ലാ സൈഡും ബെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫൈനലായിട്ട് ഒരു ട്രയാങ്കിൾ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ട്രീയുടെ ഷേപ്പ് പോലെ കിട്ടും. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് കുറച്ച് വേസ്റ്റ് പേപ്പേഴ്സും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളിവിടെ എല്ലാ സൈഡ്സും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം താഴ്ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. കുറച്ച് വേസ്റ്റായിട്ട് നിൽക്കുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയണം. എന്നാലേ നമുക്കത് ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ കിട്ടുള്ളൂ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ആണ്. ടേബിളിലൊക്കെ വെക്കാൻ പറ്റുന്ന ടേബിൾ ടോപ്പറായി യൂസ് ചെയ്യാം. നല്ല കട്ടിയുള്ള ഒരു ചാർട്ട് പേപ്പർ എടുക്കുകയാണെങ്കിൽ നല്ലതായിരുന്നു. കളർ പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാം, പക്ഷേ ചാർട്ട് പേപ്പറാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്തതും ചാർട്ട് പേപ്പറാണ്. ഇനി ഇതിൻ്റെ ശേഷം നമ്മൾ ഈ ക്രിസ്മസ് ട്രീൻ്റെ ബ്രാഞ്ചസ് ഉണ്ടാക്കണമല്ലോ, ഇതിൻ്റെ ചില്ലകളും ലീവ്സൊക്കെ. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. രണ്ട് സൈഡിലും ഒരേപോലെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഈ ക്രിസ്മസ് ട്രീൻ്റെ ലീവ്സ് ആക്കി എടുക്കണം. ലീവ്സിന് വേണ്ടിയിട്ട് ഈ കട്ട് ചെയ്ത ഭാഗം നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുകൾ ഭാഗം കുറച്ച് ബ്രോഡായിട്ടും താഴ്ഭാഗത്തേക്ക് കുറച്ച് തിന്നായിട്ട് ഒരു കോൺ ഷേപ്പിലുമാണ് വരുന്നത്. അപ്പോൾ ട്രീൻ്റെ മേൽഭാഗം കുറച്ച് വീതിയിൽ മടക്കി താഴെ ആ എഡ്ജ് ഇങ്ങനെ മാച്ചാക്കി വെച്ച് കൂർപ്പിച്ചിട്ടാണ് മടക്കി കൊടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഇതിൻ്റെ എല്ലാ സൈഡ്സും ഇങ്ങനെ മടക്കി കൊടുക്കണം. ഓരോ സൈഡ്സായിട്ട് മടക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ ട്രീ റെഡിയാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ക്രാഫ്റ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാർട്ട് പേപ്പർ വെച്ചിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റാണ്. ഇതിനി വൈറ്റ് ചാർട്ട് വെച്ച് ചെയ്ത് കഴിഞ്ഞാലും രസമുണ്ടാവും. സ്നോയിൽ കവേർഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ക്രിസ്മസ് ട്രീ പോലെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ട്രീ ഇവിടെ റെഡിയായി. സോ എങ്ങനെയുണ്ട് ഫൈനൽ? ഇത് നേരിട്ട് കാണാൻ കുറച്ചുകൂടെ ഭംഗിയുണ്ട്, വീഡിയോയിൽ കാണാൻ അത്ര ഭംഗിയില്ല. ഒരു സിമ്പിൾ ടേബിൾ ടോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ക്രിസ്മസ് ട്രീ ആണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആകെ ഒരു 5 മിനിറ്റ് മാക്സിമം എടുക്കുകയുള്ളൂ. ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വാൾ ഹാങ്ങിങ് ആയിട്ടുള്ള ക്രിസ്മസ് ബെല്ലിൻ്റെ മിനിയേച്ചറാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ എടുത്തത് ഫോം ഷീറ്റാണ്, ഗ്ലിറ്റർ പേപ്പറിലെ ഫോം ഷീറ്റ്. നിങ്ങൾക്ക് കട്ടിയുള്ള ചാർട്ട് പേപ്പേഴ്സൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഭംഗിയുണ്ടാവും. ഞാനിവിടെ ഓറഞ്ച് കളർ ഫോം ഷീറ്റ് എടുത്തു. എന്നിട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് അതിൻ്റെ സൈഡ്സ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് ഒരു ബെല്ല് അല്ലെങ്കിൽ ഒരു കോൺ ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ ശേഷം ഈ രണ്ട് ബെല്ലും സ്റ്റിക്ക് ചെയ്യുന്നതിൻ്റെ നടുവിൽ വെക്കാൻ വേണ്ടി ഒരു ചെറിയ റിബൺ പോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു സിൽവർ കളർ ഗ്ലിറ്റർ പേപ്പർ എടുത്ത് ഇങ്ങനെ നടുഭാഗത്ത് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചു കൊടുത്തു. ഇനി അതിൻ്റെ ശേഷം നമുക്ക് ഇതിൻ്റെ നടുവിൽ കൂടെ സെൻറ്ററിലേക്കൂടെ നമുക്കൊരു വൈറ്റ് കളർ നൂല് ചുറ്റി കൊടുക്കണം. എന്നാൽ അതവിടെ പ്രോപ്പറായി നിൽക്കുകയും ചെയ്യുള്ളൂ. ഒരു ബോ എന്നുള്ള ഷേപ്പ് കിട്ടുകയുള്ളൂ. അപ്പോൾ ബോൻ്റെ ഷേപ്പ് വെച്ചിട്ട് ബോ ആണ് നമുക്ക് ഈ രണ്ട് ബെൽസിൻ്റെയും ഇടയിൽ അറ്റാച്ച് ചെയ്യുന്ന പോലെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കിത് നോർമൽ ചാർട്ട് പേപ്പേഴ്സ് വെച്ച് ചെയ്യാം. ഞാനിവിടെ ഫോം ഷീറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഗ്ലൂ ഗണ്ണും യൂസ് ചെയ്യുന്നത്. ചാർട്ട് പേപ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് സാധാ ഗം യൂസ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ബെൽസ് റെഡി ആയിട്ടുണ്ട്. നമ്മളെ ക്രിസ്മസ് ബെൽസ് റെഡിയായി. ഇനി നമുക്കൊരു ക്രിസ്മസ് റെത്ത് ഉണ്ടാക്കാം. ഇതും ഒരു വാൾ ഹാങ്ങിങ് ആണ്, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് അതിൻ്റെ സൈഡ്സ് ഇങ്ങനെ സൈഡ്സ് അല്ലാതെ ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്തതാണ്. എൻ്റെ അടുത്ത് നിന്ന് ആ വീഡിയോ മിസ്സായിപ്പോയി. അതിന് ശേഷം വേറൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് ഈ രണ്ട് സൈഡ്സും നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അങ്ങനെ രണ്ട് സൈഡ്സും ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു കംപ്ലീറ്റ്ലായിട്ട് നമുക്കൊരു വളയുടെ ഷേപ്പ്, ഒരു ബാങ്കിൾ ഷേപ്പിൽ കിട്ടും. എന്നിട്ട് അതും എഗെയിൻ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഗ്യാപ്പ് വരുന്ന ഭാഗത്ത് ഫില്ലാകാൻ വേണ്ടിയിട്ട്
എന്തെങ്കിലും ഒരു ബോളോ ഒരു ബീഡോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബേബി റത്ത് റെഡി ആയിട്ടുണ്ട്. എല്ലാം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റഡി ടേബിളിൻ്റെ മേലെയോ റൂമിലോ ഒക്കെ വാൾ ഡെക്കോറായിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള ക്രിസ്മസ് ഡെക്കോഴ്സാണ്. അപ്പോൾ ഒരു ചെറിയ മിനി ക്രിസ്മസ് റത്തും ഒരു ടേബിളിൽ വെക്കാൻ പറ്റുന്ന ഒരു ക്രിസ്മസ് ട്രീയും പിന്നെ ഒരു ബെല്ലും ക്രിസ്മസ് ബെൽസുമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഈ സംഭവങ്ങളൊക്കെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.